ഈ ഏത് ലെവലിൽ ഓർഡർ കിടപ്പുണ്ട്, ഇതിൽ എത്രമാത്രം വോളിയം ക്വാണ്ടിറ്റി പമ്പ് ചെയ്താൽ എക്സിക്യൂഷൻ നടക്കും, അവർക്ക് ലിക്വിഡിറ്റി കിട്ടും എന്നൊക്കെ അവർക്ക് കൃത്യമായ രീതിയിലുള്ള നോളജ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്മാർട്ട് മണി കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല, ഇങ്ങനെ കുറേ മൾട്ടിപ്പിൾ മിത്തുകളുണ്ട്. നമുക്ക് കാലത്തൊരു 10 ഷീറ്റ് തരും, ന്യൂസ് നേരത്തെ കിട്ടും, ഇൻസൈഡിലെ ന്യൂസുകൾ ഉണ്ട്. അതായത് ഒരു ഞാൻ എറിയൂട്ടോ. മാർക്കറ്റ് പ്രൊഫൈലിന് എത്ര ശതമാനം പ്രയോറിറ്റി കൊടുക്കും ഇതിൻ്റെ കൂടെ? ഞാൻ എൻ്റെ 65 to 70% ഞാൻ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ലെവൽസും ആ ഒരു തിയറിയും അഡാപ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. തലേദിവസം രാത്രി എനിക്ക് മെസ്സേജ് വന്നു 54,200 ദേ വിൽ ബൈ ഫ്യൂച്ചർ. അന്ന് മോർണിംഗിൽ ഇൻസൈഡർ വെച്ചാൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ എനിക്കൊരു പ്രോപ്പിൽ നിന്ന് കിട്ടിയ ന്യൂസാണ്. ദേ ആർ എയിമിംഗ് എ ടാർഗറ്റ് ഓഫ് 25,000 സ്പോട്ട്. ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വിഷ്ണു ഗുപ്ത എന്നുള്ള തിരുവനന്തപുരത്തുള്ളൊരു സൂപ്പർ ട്രേഡറാണ് നമ്മളോട് ഇന്ന് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. വിഷ്ണുവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വിഷ്ണു തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയായിരിക്കും. വിഷ്ണു, വെൽക്കം. താങ്ക് യു സർ. യെസ്, വിഷ്ണുവിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ബ്രീഫ് തരാമോ? ആക്ച്വലി ഞാനൊരു ഫിസിസ്റ്റ് ആയിരുന്നു എൻ്റെ ഒരു തുടക്കത്തിൽ BSc. ഓക്കെ. യൂഷ്വലി ഒരു ട്രേഡിങ്ങിന് ഒരു കരിയറായിട്ട് ഇതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതല്ല. ഒരു ട്രേഡിങ്ങിൽ എനിക്കൊരു ജോലി, ഫസ്റ്റ് ഒരു കമ്പ്യൂട്ടർ സയൻസ് ജോലി താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം ചാടിക്കയറി വന്ന ഇതായിരുന്നു, ഫീൽഡായിരുന്നു ഇത്. കാരണം എനിക്ക് IT താല്പര്യം ഒട്ടുമില്ല, എനിക്ക് കോഡിങ് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഒരു ചാട്ടം ചാടി ഒരു കമ്പനിയിലേക്ക് ചാടി. ആ കമ്പനിയിൽ ഇരുന്ന് വർക്ക് ചെയ്ത് പ്രോപ്പിൻ്റെ ഒരു ബേസിക് സ്റ്റാർട്ടിങ്ങിലായിരുന്നു വർക്ക് ചെയ്ത്. നോർമലി ആ രീതിക്ക് ട്രേഡ് ചെയ്ത് ട്രേഡിംഗ് വരുന്നത് പ്രോപ്പ് വഴിയാണ്. ഒരു പ്രോപ്പിൻ്റെ ഡെസ്കിൽ തന്നെ ആയിരുന്നു. അതിൽ ജസ്റ്റ് ഒരു എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി നോട്ട് കുറിക്കുന്ന ഒരാൾ മാത്രം, ഫസ്റ്റ് 6 മാസം നോട്ട് കുറിക്കാനുണ്ടായിരുന്നു. നോട്ട് കുറിച്ചതിന് ശേഷം അവരുടെ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ RMS, അവർക്ക് വേണ്ടിയുള്ള RMS ഡിവിഷൻ ഉണ്ട്. അപ്പോൾ RMSൻ്റെ വർക്കിങ്ങിൻ്റെ നേച്ചർ, ഫയൽ അപ്ലോഡിങ്സ്, ആദ്യമേ തന്നെ വർക്ക് ചെയ്തത് പ്രോപ്പിൻ്റെ ആ രീതിക്ക് വർക്ക് ചെയ്ത് അത് 6 മാസം കഴിഞ്ഞ് പിന്നെ ഡീലറായി, അവർക്ക് വേണ്ടിയിട്ടുള്ള ഓർഡർ പഞ്ച് ചെയ്യുന്ന ഡീലറായി. ഒരു 1.5 വർഷം 2 വർഷം അങ്ങനെ കടന്ന് പിന്നെ പയ്യെ അവർ തരുന്ന രീതിയിലുള്ള ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് പോയി. പിന്നെ പ്രോപ്പിൽ ഒരു ഫണ്ട്സിൽ മാനേജ് ചെയ്യുന്ന ടീമിനെ മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. അങ്ങനെ 3-4 പ്രോപ്സിലുണ്ടായിരുന്നു, കമ്മോഡിറ്റി, ഇക്വിറ്റി, അങ്ങനെ ആ രീതിക്ക്. ഫ്യൂച്ചേഴ്സല്ല, ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ക്ലബ്ഡ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് കാലത്തേക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ പോയി. ഇപ്പോൾ 2016 ബോധോദയം തോന്നി, ട്രേഡിങ് തുടങ്ങിക്കളയാം, ഇൻഡിവിജ്വലി തുടങ്ങിക്കളയാം. കാരണം പറയുമ്പോൾ പെട്ടെന്നൊരു ട്രേഡിങ് ഒരു കമ്പം കയറി ആ ട്രേഡിങ് പാഷനാക്കി രീതി വെച്ച് നമുക്ക് നമ്മൾ ആ ഒരു അഡാപ്റ്റീവ് ടെക്നോളജി ഇതിലേക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് ചാടി കയറി. പ്രോപ്പിലൊക്കെ ജോബ് ചെയ്യുന്ന ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു? ഞാൻ ബാംഗ്ലൂരായിരുന്നു, മുംബൈയിലായിരുന്നു, പിന്നെ 1 വർഷം കൊൽക്കത്തയിലുണ്ടായിരുന്നു. ഷിലോങ്ങിലും കുറച്ച് കാലം. കഴിഞ്ഞ വർഷം വരെ ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഇപ്പോൾ എൻ്റെ നാട്ടിലേക്ക് ഞാനൊന്ന് ഷിഫ്റ്റ് ചെയ്തു. ട്രിവാൻഡ്രത്ത് ഞാൻ എൻ്റെ ഒരു ഓഫീസ് എടുത്ത് കുറച്ച് ട്രേഡേഴ്സിനെ അവരുടെ കൂടെ ഇരുത്തി ട്രേഡ് ചെയ്യിപ്പിച്ച് ഒരു കരിയർ ബിൽഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഞാനും അവരും ട്രേഡ് ചെയ്യുന്ന രീതിയിലേക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ വിഷ്ണുവിനെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്ത് ഇരുത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡർ അല്ലെങ്കിൽ സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്നൊക്കെ പറയുന്ന പല ടൈപ്പ് ഓഫ് ട്രേഡിംഗ് മെത്തേഡ്സിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ വിഷ്ണു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോ ഇങ്ങനെയുള്ള 2 അഡ്വാൻസ്ഡ് കൺസെപ്റ്റ്സ് വെച്ചിട്ട് അത് ഫോളോ ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു ടോപ്പ് ട്രേഡർ കൂടിയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഗോ ചാർട്ടിങ്ങിൻ്റെ ഉൾപ്പെടെയുള്ള പല സെഷൻസും വിഷ്ണുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞു കൊടുക്കേണ്ടത്, വിഷ്ണുവിന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു എഡ്ജ് മാർക്കറ്റിൽ എങ്ങനെ ഉണ്ടാക്കാം, ആ ഒരു രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര അടിപൊളിയായിരിക്കും. ഉറപ്പായിട്ടും ഞാനത് ചെയ്യും. കാരണം മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും, അതിന് പെട്ടെന്ന് ഒരു അഡാപ്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു ഇത് ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സമയം അതിൽ കൊടുക്കാൻ പറ്റി അതിന് ആ വാല്യുബിൾ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു കരിയർ ഇതുവഴി ബിൽഡ് ചെയ്യാൻ പറ്റും ട്രേഡിങ്ങിൽ. അത് ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ ഇത്രയും രീതിയിലേക്ക് ഞാൻ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഞാൻ അതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ ആ ഒരു രീതി നിങ്ങളെ വഴിതിരിച്ച് വിടാനുള്ള ഒരു കൃത്യമായ ഒരു പോയിന്റ് അത് കാണിച്ചു തരും മാർക്കറ്റ് പ്രൊഫൈൽ. ഒരു ബിഗിനേഴ്സിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈലിന് ഓർഡർ ഫ്ലോ എന്നൊക്കെ പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ചാർട്ടിംഗ് ടൂൾസാണ്. നമ്മൾ ക്യാൻഡിൽസ്റ്റിക്സ് പോലെ തന്നെ, ഇപ്പോൾ നമ്മൾ ക്യാൻഡിൽ അറിയാം, അല്ലെങ്കിൽ ബാർ ചാർട്ട് അറിയാം, ലൈൻ ചാർട്ട് അറിയാം, ഇതുപോലെ തന്നെ മാർക്കറ്റ് ഡാറ്റേനെ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു അഡ്വാൻസ് ടൂളാണ് മാർക്കറ്റ് പ്രൊഫൈൽ. അതുപോലെ തന്നെ ഓർഡർ ഫ്ലോ എന്ന് പറയുന്ന ഈ 2 ടൂൾ. അപ്പോൾ വിഷ്ണു എത്ര നാളായിട്ട് ഈ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്? 2013 ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു. 2016 തൊട്ട് ഞാൻ
കണ്ടിന്യൂസ് ഇത് മാത്രമാണ് യൂസ്. പ്രോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നോ അന്ന്? അല്ല, അന്ന് അവർ നമുക്കൊരു പുതിയ പുതിയ ടെക്നോളജി മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ പഠിപ്പിക്കും നമ്മളെക്കുറിച്ച്. കാരണം നമുക്ക് ഈ നിങ്ങളുടെ നോർമൽ റീറ്റെയിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ റീറ്റെയിൽ ആണല്ലോ, അപ്പോൾ എൻ്റെ പൈസ അടിച്ചു മാറ്റേണ്ട രീതിയിലല്ലേ അവർ നോക്കാറുള്ളൂ. അപ്പോൾ അതിന് പ്രോപ്പാർ ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെയാണ് കണ്ടിട്ട് നമ്മുടെ പൈസ അവർ അടിച്ചു കൊണ്ടുപോകും. റീറ്റെയിലേഴ്സിന്റെ പൈസ പ്രോപ്പാർ വിൻ ചെയ്യുന്നു. ഈ പ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പ് ഡെസ്ക് ആണ്. അതുകൂടി നമ്മൾ പറയുന്നത്. പ്രോപ്പ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും കൺഫ്യൂഷൻസ് വരും. അതായത് ബിഗ് മണി നമ്മുടെ ലോക്കൽ തന്നെയുള്ള ഇന്ത്യയിൽ തന്നെയുള്ള ലോക്കൽ ഫണ്ടിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ ട്രേഡ് ചെയ്യുന്ന ഡെസ്കുകളാണ് പ്രോപ്പ് ഡെസ്ക്. അപ്പോൾ വിഷ്ണുവിനെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പ്രോപ്പിൽ തന്നെയാണ്. അപ്പോൾ ഈ പ്രോപ്പിൽ RMSലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഐഡിയ കിട്ടും അവരെങ്ങനെ വർക്ക് ചെയ്യുന്നത്. ശരിയല്ലേ? അത് യൂഷ്വലി പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അവർ ചെയ്യുന്ന രീതി പോലും ചിലപ്പോൾ നമ്മൾ അറിയിക്കില്ല. കാരണം ആ ഡേറ്റ ലീക്കാവും, അല്ലെങ്കിൽ നമ്മൾ ആ രീതിക്ക്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർക്കൊരു കല്ലുകടിയാണ് അവർക്ക് നമ്മളെ കാണുമ്പോൾ. കാരണം ഈ ഗുജൂസിൻ്റെ ഇടയിലൊക്കെ നമ്മളെ പിടിച്ചിരുത്ത് അവർക്ക് താല്പര്യം കുറവായിരിക്കും. ഇപ്പോഴും ഗുജറാത്തികൾക്കിടയിൽ നമ്മളെ സൗത്ത് ഇന്ത്യൻസിന് ഒരു അപ്രമാദിത്വം എന്ന് പറയുമ്പോൾ അവർക്കാണ് ആ ഒരു ഇതുള്ളത്. പല പ്രോപ്പറും ഒരു ഫ്രാഞ്ചൈസി പോലും കേരളത്തിലേക്ക് തുറക്കാൻ പോലും അവർ താല്പര്യപ്പെട്ടില്ല. കാരണം അവർക്കെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിൽ എക്സ്പെഷ്യലി മലയാളീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ന്യൂസൻസ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഏറ്റവും നല്ല ട്രേഡ് ഇഷ്ടംപോലെ ഉള്ളത് മലയാളീസിലുണ്ട്, ഇഷ്ടംപോലെ ട്രേഡേഴ്സ് ഉണ്ട് മലയാളത്തിലുണ്ട്. അപ്പം ആ ഒരു ഡെസ്ക് നമ്മളത് അവർക്ക് പുതിയ ടെക്നോളജി എന്താണ് നിങ്ങൾ പഠിക്കുക, അത് നിങ്ങൾക്ക് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അത് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അത് റൺ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. ഇപ്പോൾ ഫസ്റ്റ് അഡ്വാൻസ് അവർ അതായത് നമ്മളെ പഠിപ്പിക്കും. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ മാർക്കറ്റ് പ്രൊഫൈൽ തന്നെ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു ഡീറ്റെയിൽഡ് രീതിയിൽ അറിഞ്ഞു തുടങ്ങി 2011 തൊട്ട്. അതിനുശേഷം മാത്രമേ ആൾക്കാർക്ക് ഇപ്പോഴും വളരെ ലെസ് ദാൻ 1% ട്രേഡിംഗ് കമ്മ്യൂണിറ്റി മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഈ പറഞ്ഞ മാർക്കറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ഇത്രയ്ക്ക് വലിയ അതിന് ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം ഹണ്ട് ചെയ്യാനുള്ള മെഷീൻസ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൈസ് ആക്ഷനിൽ എന്ത് ചെയ്താലും അത് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ബ്രേക്ക് ഔട്ടിന് തട്ടിയടിക്കും, നമ്മൾ പൈസ എടുത്ത് കളയും, താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഷേക്ക് ഔട്ട് വരാതെ ഒരു ബ്രേക്ക് ഔട്ട് തരില്ല. അപ്പോൾ അതിന് ഹണ്ട് ചെയ്യാതിരിക്കാനുള്ള രീതിയിലേക്കുള്ള മാർക്കറ്റ് പ്രൊഫൈൽ ടെക്നിക്സ് ഇപ്പം അവൈലബിൾ ആണ്. അത് കുറച്ച് കാര്യങ്ങൾ നമ്മളത് പഠിക്കുന്നതിനെ കുറച്ച് TVK ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതെ കുറച്ച് മാറി രക്ഷപ്പെട്ടു പോകാനുള്ളൊരു സെറ്റപ്പ് ഒപ്പിച്ചെടുക്കാം. ഞാൻ പറയുന്നത് എല്ലാ ആൾക്കാർക്കും ഇന്ന് പഠിച്ച് നാളെ ട്രേഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് കാണുന്നതിൽ വളരെ സീരിയസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവർ എപ്പോഴും നമ്മൾ പറയും ട്രേഡിംഗ് മെത്തേഡ് ഭയങ്കര സിമ്പിളായിരിക്കണം, സ്കെയിലബിൾ ആയിരിക്കണം, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കരുത് എന്നൊക്കെ പറയും. കാരണം ഒരു ട്രേഡർ വിൻ ചെയ്യുന്നത് എപ്പോഴും പൊസിഷൻ സൈസിലും റിസ്ക് റിവാർഡിലും മാത്രമാണ്. അപ്പോൾ ഈ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ പൊസിഷൻ സൈസും റിസ്ക് റിവാർഡ് എന്തായാലും വേണ്ടി വരും. മാർക്കറ്റ് പ്രൊഫൈലിന് എത്ര ശതമാനം പ്രയോറിറ്റി കൊടുക്കും ഇതിൻ്റെ കൂടെ? ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സിസ്റ്റത്തിലാണെങ്കിൽ ഞാൻ എൻ്റെ 65 to 70% ഞാൻ മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽസും ആ ഒരു തിയറിയും അഡാപ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. സ്റ്റിൽ 30% ആണ്. പക്ഷേ വെയിറ്റേജ് നമ്മൾ നോക്കുമ്പോൾ എൻ്റെ സ്റ്റിൽ 70% താഴെ നിൽക്കും, 30% മുകളിൽ നിൽക്കാം. ആ എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് എപ്പോഴും അവിടെ എനിക്ക് നമ്പറുമായിട്ട് കീപ്പ് ചെയ്യണം. കാരണം ഇല്ലയെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഏത് ട്രേഡർക്കും ഒരു സിംഗിൾ ഡേ മതി ഡിസാസ്റ്ററസ്റ്റ് മൂവ്മെൻറ്റ് സംഭവിക്കാം. ആ ദിവസം നമ്മൾ കഴിഞ്ഞ് പോകണമെങ്കിൽ ഈ 30% 70%നെക്കാട്ടി ഉയർന്ന് തന്നെ നിൽക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചിട്ടൊരു കുറച്ചുകൂടി നല്ലൊരു ലെങ്തി ആയിട്ടുള്ളൊരു ബ്രീഫ് വരേക്കാമോ? എങ്ങനെ അത് പഠിക്കാം, എന്തൊക്കെ സെറ്റപ്സ് വേണം, അത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ആർക്കൊക്കെ അത് പഠിക്കാം, ഇങ്ങനെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? മാർക്കറ്റ് പ്രൊഫൈൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മൾ 90%, 93% ഓഫ് ട്രേഡിംഗ് ക്യാൻഡിൽ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് പോയിന്റ് ആൻഡ് ഫിഗർ P&F യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി. അതിനും കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. കാരണം ടൈം പീരീഡ് ലെങ്തി ആകുന്നുണ്ടോ നമുക്ക് നമ്മുടെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡെഡ് ആയി പോകും. ഫോർ എക്സാമ്പിൾ ഇപ്പോഴും ഞാൻ 2022 വാങ്ങിച്ച ഷെയർസ് എൻ്റെ ഇപ്പോഴും കിടപ്പുണ്ട്. അത് കമ്പനി നോക്കിയാൽ ഫണ്ടമെന്റലി ദേ ആർ വെരി ഗുഡ്, പക്ഷേ മൂവ്മെന്റ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ മെത്തേഡിലും ഡ്രോബാക്സ് ഉണ്ടല്ലോ. മാർക്കറ്റ് പ്രൊഫൈലിനും ഡ്രോബാക്സ് ഉണ്ട്. ആ ഡ്രോബാക്സ് പക്ഷേ നമ്മൾ ബാക്കിയുള്ള ട്രേഡറിനെ അപേക്ഷിച്ച് നമുക്കിത് ഇനിഷ്യലി നമുക്കൊരു 3-4 ദിവസത്തിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ റീസെൻ്റായി സംഭവിക്കുന്ന മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഏകദേശം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 4 വർഷത്തിനിടയ്ക്ക് ഈ 19 ദിവസത്തോളം നിഫ്റ്റി ഒരേ റേഞ്ചിൽ നിന്നിട്ടില്ല. അതായത് നമ്മൾ 12th മെയിൽ വന്ന ആ ഒരു ഹൈ ലോ റേഞ്ചിനകത്ത് നിഫ്റ്റി ഇന്നലെയാണ് ആ ജസ്റ്റ് ആ ഒരു ലെവലിന് മുകളിൽ ഇപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടില്ല, തൊട്ട് മുകളിൽ നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് ബ്രേക്ക് ചെയ്ത്. പക്ഷെ അവൻ നല്ല റാലി തന്നു. പക്ഷേ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ച് പറ്റും. ഗുണം വേറൊന്നും കൊണ്ടല്ല, നമ്പർ ഓഫ് ട്രേഡ്സ് കുറയും. നമ്മൾ ചില ഭാഷയിൽ പറഞ്ഞല്ലോ, നമ്മളെ പല്ലിൻ്റെ എണ്ണം കുറയും എല്ലിൻ്റെ എണ്ണം കൂടുന്ന് പറഞ്ഞ ആ ഒരു ഭാഷ ഓവർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇത് പഠിച്ചു കഴിഞ്ഞാൽ നൈസായിട്ട്, കാരണം അവർക്ക് ട്രേഡ്സ് കുറയ്ക്കാം.
ഓക്കെ. ഇവരെ സംബന്ധിച്ച് ട്രേഡ്സ് കുറയ്ക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് 71. കഴിഞ്ഞ മന്ത് എനിക്ക് ഈ മെയ് എൻ്റെ ഇത് 51% വിന്നിങ് ഉള്ളൂ. സ്റ്റിൽ ഞാൻ പ്ലസ്സിലാണ്, മൈനസിലല്ല. ഓക്കെ. ഇനി ചാർജസ് കൊടുത്താലും എനിക്ക് പ്ലസ്സിലേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം എത്ര ട്രേഡ് വരെയൊക്കെ? ഫോർ എക്സാമ്പിൾ ഇന്നലെ എനിക്കൊരു 14-15 ട്രേഡ് ഉണ്ടായിരുന്നു. ഓക്കെ. അത് ചില ദിവസങ്ങളിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ റിപ്പോ റേറ്റ് കുറച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ആ ഡേറ്റിൽ വൻ മൂവ്മെന്റ് ആയിരുന്നല്ലോ. പക്ഷേ തേഴ്സ്ഡേ എനിക്ക് ട്രേഡ് ചെയ്യണമെന്ന് 3 ഉള്ളൂ. പക്ഷേ എനിക്ക് കഴിഞ്ഞ ഒരു മന്തിൽ ഏറ്റവും ലോസ് വന്ന ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രേഡിൻ്റെ എണ്ണം വളരെയധികം കുറയ്ക്കാൻ പറ്റും. ട്രേഡിൻ്റെ എണ്ണം കുറയുന്ന സമയത്ത് നമ്മുടെ ക്ലാരിറ്റി ഓഫ് തോട്ട് വർക്കാവും. നമുക്കൊരു പൊസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ടാർഗറ്റ് കൃത്യമായി തരും. ആ ടാർഗറ്റിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാൻ പറ്റുമോ ഇല്ലയോ, നമുക്ക് വോളിയം നോക്കണം. ബാക്കി കുറേ പാരാമീറ്റർ ഉണ്ട്. എന്നെ സംബന്ധിച്ചൊരു ബുക്ക് ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഡെയിലി. കാലത്ത് മോർണിംഗ് തൊട്ട് ഞാൻ സുനിൽ അറിയാൻ പറ്റും, ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. കാലത്ത് മോർണിംഗിൽ ഞാൻ എഴുതും, എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഞാൻ എഴുതി അത് വച്ച് എനിക്കത് നോക്കണം. കാരണം എനിക്ക് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ അത് എഴുതി അത് ആ രീതിക്ക് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. വേറെ ഗുണമൊന്നുമല്ല, എനിക്ക് എൻ്റെ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ക്ലിയർ ആക്കണം. ഞാൻ നാളെ എനിക്കിപ്പോൾ ഇന്ന് ഡേ കഴിഞ്ഞു, ടുഡേയ്സ് ഓവർ. എനിക്ക് എൻ്റെ ട്രേഡിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ടുമോറോ ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ദ ഏർലിയർ തിങ്. അതിന് വേണ്ടി ഞാൻ എപ്പോഴും ആ ഒരു കുറേ സെറ്റ് ഓഫ് റൂൾസ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ച മാർക്കറ്റ് പ്രൊഫൈൽ. ഒരു ബിഗിനർ ഇങ്ങനെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ട് ഞാനിപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടി സൈഡിൽ കാണിക്കാം. അപ്പോൾ ഈ മാർക്കറ്റ് പ്രൊഫൈലിൽ ചാർട്ട് കാണുമ്പോൾ കുറേ ABCD ഒക്കെ കണ്ട് ക്യാൻഡിൽ കണ്ട് വന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണോ? എത്ര സമയം എടുക്കും? അതായത് ഞാൻ പഠിച്ചത് ദുബായ് ബേസ്ഡ് ആളായിട്ടാണ് ഞാൻ പഠിച്ചത്. കമ്പനിക്ക് നമുക്ക് ഇവിടെ 2013. അപ്പം അതിനുശേഷം ഞാൻ ഇന്ത്യയിലൊരു ട്രേഡ് എടുത്ത് ഞാൻ പഠിച്ചു. അതേ എനിക്ക് ഒരു 3-4 വർഷത്തോളം എന്നെ ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പഠിപ്പിച്ചു. പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ലൈവായിട്ട് നമുക്കിതിനെ ട്രെയിഡ് ചെയ്യണ രീതിക്ക് അഡാപ്റ്റ് ചെയ്യണം. ഇത് നമ്മളത് പ്രാക്ടിക്കലി ചെയ്യണം. നമ്മൾ നീന്താൻ ബുക്കിൽ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. നീന്താൻ ചാടണം, വെള്ളത്തിൽ ചാടണമല്ലോ. സെയിം അതേ പ്രോസസ്സിന് നമുക്ക് ഇവിടെയും ചെയ്യേണ്ടി വരും. അപ്പം നമ്മളത് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾക്ക് എല്ലാം ബുക്കിഷ് രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ അത് ലൈവ് മാർക്കറ്റിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ പൊസിഷൻ അത് ട്രേഡ് ചെയ്ത് തുടങ്ങണം. എന്നാൽ മാത്രമേ ഒരു വർഷം നമ്മൾ ടൈം ഫ്രെയിം നിങ്ങളതിൽ മാർക്കറ്റ് പ്രൊഫൈലിൽ മാത്രം നിങ്ങൾ ഓർഡർ ഫ്ലോ കൊടുക്കുകയാണെങ്കിൽ പഠിക്കാൻ വേണ്ടി പഠിച്ച് നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം ചെറിയൊരു ക്യാപിറ്റലെങ്കിലും നമ്മുടെ ഇമോഷൻസ് എപ്പോഴും വർക്ക് ചെയ്യുന്ന ലൈവ് മാർക്കറ്റിലായിരിക്കും. ഒരിക്കലും പേപ്പർ ട്രേഡിൽ വർക്ക് ആവില്ല. അത് ഞാൻ ഇപ്പോഴും എന്ത് സ്ട്രാറ്റജി മാർക്കറ്റ് പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്താലും ഞാൻ എൻ്റെ 2 ലോട്ട് അല്ലെങ്കിൽ 10 ലോട്ട് ഞാൻ ഇപ്പോഴും റെഡി ചെയ്യാറുണ്ട്. കാരണം എനിക്ക് അതിൻ്റെ റിസ്ക് അറിയണം. ആ സമയത്ത് എൻ്റെ എമോഷൻസിനെ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. ഞാൻ കേട്ടെ, ഈ മാർക്കറ്റ് പ്രൊഫൈൽ നമ്മളിപ്പോൾ ഒരു 1 ഇയർ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചു. ഇത് എന്ത് ടൈപ്പ് ഓഫ് ട്രേഡ്സിനാണ് ഉപയോഗിക്കാൻ പറ്റുക? സ്വിംഗ് ട്രേഡിങ്ങിനാണോ, ഇൻട്രാഡേക്കാണോ, ഓപ്ഷൻസിനാണോ? നമുക്ക് ഇൻട്രാഡേക്ക് യൂസ് ചെയ്യാം. സ്കാൽപ്പിംഗ് മെത്തേഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. സ്വിംഗ് അറിയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഞാൻ HDFCയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. HDFC കഴിഞ്ഞ ഒരു മാസമായി ബാങ്ക് നിഫ്റ്റി ഏകദേശം നിൽക്കുന്ന സിമിലർ ഒരു 1942 മുകളിൽ HDFC ബാങ്കിന് കൺസിസ്റ്റൻ്റ് ആയി ക്ലോസ് ചെയ്യാൻ സ്പോട്ടിന് പറ്റിയിട്ടില്ല. 2000 ക്ലോസ് ചെയ്യണ പ്ലാൻ നോക്കിയിട്ട് ഞാൻ. പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ച നിങ്ങൾ ഓർക്കണം, HDFC ബാങ്ക് 1942 മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഹിന്റ് തന്നു കൃത്യമായിട്ട്. കാരണം സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ RB മീറ്റ്. ഓക്കെ. കൃത്യമായിട്ട് അത് HDFC ബാങ്ക് ഇന്നലെ വെള്ളിയാഴ്ച 1990 അടുപ്പിച്ചാണ് അതൊന്ന് ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈൽ നമുക്കൊരു സ്വിംഗ് ട്രേഡിന് ഉപയോഗിക്കാം. ഞാൻ ഇപ്പോഴും ഫ്യൂച്ചേഴ്സ് ചെയ്യാറുണ്ട്. അത് നമുക്ക് കൃത്യമായി അറിയാം ഈ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ യുവർ ടാർഗറ്റ് വിൽ ബി ദാറ്റ്. അപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മാർക്കറ്റ് പ്രൊഫൈൽ നമുക്ക് പറയും. ആ ലെവൽ മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ച് അത് മനസ്സിലാവണമെങ്കിൽ അപ്പോൾ 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, അല്ലാതെ ചുമ്മാ നടക്കില്ല. ഓക്കെ. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിനും നല്ല രീതിയിൽ ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഈ ഓപ്ഷൻ ട്രേഡേഴ്സ് ആയിരിക്കും പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നത്. കാരണം പ്രൈസ് ആക്ഷൻ ശരിയാവുന്നില്ല എങ്കിൽ വേറെ സാധനം പഠിക്കാം, അത് കഴിഞ്ഞ് അടുത്ത് പഠിക്കാം. ഇങ്ങനെ പലരും മാർക്കറ്റ് പ്രൊഫൈലൊക്കെ എത്തുന്നത്. പക്ഷെ എനിക്ക് അറിയാവുന്ന കുറേ ആൾക്കാരൊക്കെ മാർക്കറ്റ് പ്രൊഫൈൽ പഠിച്ചിട്ട് 1 മാസം കൊണ്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്ന ടൈപ്പ്. നല്ല പേഷ്യൻസും 1 ഇയർ ഡെഡിക്കേഷനൊക്കെയാണ്. എനിക്ക് 2013 പഠിച്ചു തുടങ്ങിയെന്ന് പറയുമ്പോൾ 12 വർഷമായി. ഞാൻ 12 വർഷമായി. അതിൻ്റെ ബാക്കിൽ തന്നെ എൻ്റെ ഇപ്പോഴും എൻ്റെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വൈഫ് ഇടയ്ക്ക് പറയാറുണ്ട്, നമ്മൾ പഴയ ബുക്കൊക്കെ ഇരിക്കുമ്പോൾ എന്തിന് വച്ചേക്കുന്നത്, വേറെ സ്ഥലം മെനക്കെടുത്തുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ഡ്രോയർ ഫുള്ള് 2014 തൊട്ടുള്ള ഫുൾ ഡേറ്റ അടങ്ങിയ എൻ്റെ ഓൺ ഹാൻഡ് റൈറ്റിങ്ങിലെ ബുക്ക് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ മാർക്കറ്റ് പ്രൊഫൈൽ ദിവസത്തെ ഡേ ടൈപ്പ് എങ്ങനെയായിരുന്നു, അന്ന് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്തു, ഞാൻ ഹാൻഡ് റിട്ടേൺ വയ്ക്കാറുണ്ട്. അപ്പോൾ കാരണം നമ്മൾ അത് ഏത് ട്രേഡറെ സംബന്ധിച്ചും നമ്മുടെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് പലർക്കും. ഈ ട്രേഡിംഗ് ഒരു ഈസിയാണ്, നമുക്കൊരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന്. പക്ഷേ നമ്മളത് പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ദിസ് ഈസ് എ ബിസിനസ് ഫോർ മീ.
എനിക്ക് ബിസിനസ്സാണ്. റൈറ്റ്. ഈ പ്രോപ്പിൽ വർക്ക് ചെയ്ത കുറച്ച് എക്സ്പീരിയൻസ് എനിക്ക് ചോദിക്കുകയാണ്. കാരണം പല ആൾക്കാരും ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് കുറേ മിത്ത് നമ്മുടെ ഇടയിൽ ഇങ്ങനെ കറങ്ങിയടിച്ച് കിടക്കുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്മാർട്ട് മണി കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്, അവർ അത് ചെയ്യുന്നില്ല, ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല, ഇങ്ങനെ കുറേ മൾട്ടിപ്പിൾ മിത്തുകളുണ്ട്. അപ്പോൾ ഏറ്റവും ഇങ്ങനെ കേൾക്കുമ്പോൾ ചിരി വന്നിട്ടുള്ള മിത്ത് ഏതാണ്? ഫോർ എക്സാമ്പിൾ, പ്രോപ്പിലൊരു കൺസെപ്ഷൻ ഉണ്ട്. ഇവർ പ്രൈസിനെ നമുക്ക് ഇവർ പ്രോപ്പിൻ്റെ ഏക കൺസെപ്റ്റിൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മണി പവർ. പ്രോപ്പിൻ്റെയുള്ള മണി പവറുള്ള ഒരു ട്രേഡറും റീറ്റെയിലേഴ്സിലില്ല. അവർ ഈ മണി വെച്ചാണ് കളിക്കുന്നത്. അല്ലാതെ അവർ വിചാരിക്കുന്ന ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ പ്രോപ്പിന് അടികിട്ടിയ ദിവസമുണ്ട്. നിങ്ങൾക്കറിയാം 2021 നമ്മുടെ ബഡ്ജറ്റ് ഡേ പല പ്രോപ്പ് ഡെസ്കുകളും 50% ഒരു ഇറോഷൻ വന്ന ദിവസം അത് ഫണ്ടായിട്ടുണ്ട്. എനിക്കറിയുന്ന പല അല്ല ആ ദിവസത്തെ ബഡ്ജറ്റിൽ ഹെവി 2021 വലിയ കാരണം എനിക്കറിയുന്ന ഡൽഹി ബേസ്ഡ് ഇൻഡിവിജ്വൽ പ്രോപ്പ്, ചെന്നൈ പ്രോപ്പ്, ഒരാൾക്ക് ആ ദിവസം ആ 2 ദിവസം കൊണ്ട് അയാൾക്ക് സംഭവിച്ച ലോസ് എന്ന് പറഞ്ഞാൽ ഫണ്ടിൻ്റെ 40% ആണ്. അപ്പോൾ അതൊരു ആൾക്കാരുടെ നമുക്കൊരു സിസ്റ്റം പ്രോപ്പ് എന്തു ചെയ്തോ ആയിക്കോട്ടെ, നമുക്കൊരിക്കലും അവരെ കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു ബ്ലൂംബർഗിൻ്റെ ടെർമിൽ എടുക്കണമെങ്കിൽ കൂടെ എത്ര ലക്ഷം വേണം? 25 lakhs മുകളിൽ നമുക്ക് വരും. അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റെഡ് ബോക്സിൻ്റെ ടെർമിൽ കൊടുക്കുന്നുണ്ട് 1.25 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് റെഡ് ബോക്സ് ടെർമിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഡേറ്റ അവർക്ക് കിട്ടും, ബട്ട് ദേ ഡിറൈവ് ദ മാർക്കറ്റ്. അവരല്ലേ മാർക്കറ്റിനെ അവർ അത്രയും വോളിയം കമ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അവർ വിചാരിക്കും നമുക്ക് അതിന് ഓപ്പോസിറ്റുള്ള വോളിയം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ ആവും. അപ്പോൾ ആൾക്കാരെ മിസ്സായൊരു എന്താണെന്ന് വെച്ചാൽ അവരെന്തോ വലിയ ഒരു നമ്മളെ ഈ ബഗാസുരനാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ് ആണ്. ദേ ആർ ആൾസോ ഹണ്ടിങ്, അവർക്കും സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അവരുടെയുള്ള മൈറ്റി പവർ എന്ന് പറഞ്ഞാൽ ദേ ഹാവിങ് ഇനഫ് ക്യാഷ്. തിരിച്ചു വരാനുള്ള ക്യാഷ് വലിയൊരു പ്ലെയർ ഇവർക്ക് അടി കിട്ടും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രോപ്പ് ഡെസ്കുകളുണ്ട് ഇപ്പോൾ അതായത് ഇൻഡിവിജ്വലായി നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട അവർ പലരും ഇപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പം നുവാമയിൽ അനിരുദ്ധ് എൻ്റെ കൂടെ എൻ്റെ ബോസായി വർക്ക് ചെയ്ത പുള്ളിയാണ്. അപ്പം പുള്ളി ഇപ്പോഴും നുവാമയിൽ പ്രോപ്പ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇവരുടെ രീതി എന്ന് വെച്ചാൽ അവർ നമ്മുടെ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് നോക്കി മനസ്സിലാക്കി അവർ ബാക്കിയുള്ള രീതിയിലേക്ക് നമ്മളെ മാർക്കറ്റിനെ കൊണ്ടുവരിക ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ 2500 കോൾ റൈറ്റ് ചെയ്ത് വെച്ച് മൈറ്റി പവറോട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പുറത്ത് അതിനേക്കാൾ വലിയ പവർ ഉണ്ട്. അപ്പം ആ പവർ വരുന്നതിൻ്റെ ഉദ്ദേശമാണ് നമ്മളെ എക്സ്പയറി ഡേയുള്ള മൂവ്മെന്റ് നിങ്ങൾ കാണുമ്പോൾ വൈൽഡായിട്ട് വരുന്നത്. അതായത് ഹണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൊണ്ടൊരു എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ തോന്നുന്നു ഈ കൊറോണയ്ക്ക് മുമ്പൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പയറി ഡേ എക്സ്പയർ ആവുന്നതിൻ്റെ ഒരു 100 പോയിന്റൊക്കെ മോളിൽ കൊണ്ടുവന്ന് വെക്കുന്ന അന്ന് എനിക്കറിയാവുന്ന പല ട്രേഡേഴ്സും ചെന്നൈയിലെ എക്സ്പയറി ഡേ ട്രേഡിങ്ങിന് വേണ്ടി മാത്രം ആൾക്കാരുണ്ട്. ലിവറേജ് സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഓരോ കൺസെപ്റ്റ് ഈ പ്രോപ്പ് എന്ന് പറഞ്ഞാൽ ദേ ആർ കമ്മിങ് വിത്ത് ഹെവി മിഷൻസ്. അതായത് മിഷൻ അൽഗോരിതം സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അവർ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം പല സെറ്റപ്പും ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മാർക്കറ്റ് പ്രൊഫൈലിൽ ഒരു ബേസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന സെറ്റപ്പാണ് IB എക്സ്റ്റൻഷൻ എന്ന് പറയും. ആദ്യത്തെ 1 hour ഓപ്പൺ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ മെത്തേഡ്. അതിപ്പോൾ ഹണ്ട് ചെയ്യും 2021 ശേഷം അത് പ്രോഫിറ്റബിൾ അല്ല. പക്ഷേ അതിന് മുമ്പേ അത് പ്രോഫിറ്റബിൾ ആയിരുന്നു, സിമ്പിളായിട്ട് പ്രോഫിറ്റബിൾ. കാരണം അത് ആൾക്കാർ കൂടുതൽ ഹണ്ട് ചെയ്യുമ്പം നമുക്ക് സോഫ്റ്റ്വെയർ അപ്പം സുനിൽ സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ സുനിൽ അറിയാൻ പറ്റും ആ ഭാഗത്ത് വോളിയം വരുന്നുണ്ട്. സോ സംബടി പണ്ടത്തെക്കാൾ കൂടുതൽ അത്തരത്തിലുള്ള അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പം കൊടുക്കാം. ഇതിപ്പോൾ വാട്ട് ഈസ് എ മാർക്കറ്റ് സെന്റിമെന്റ് എന്ന് വെച്ചാൽ അപ്പോൾ ChatGPT തരും ടുഡേയ്സ് മാർക്കറ്റ് ബുള്ളിഷ് ബെയറിഷ് അത് പറയും. അപ്പോൾ അത്രയ്ക്ക് ഫണ്ട് പവർ സിസ്റ്റം അവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് അതിനെ റീറ്റെയിലേഴ്സിന് ഇത്ര അവൈലബിൾ ആവുമെങ്കിൽ അവർക്ക് എന്തൊക്കെ അവൈലബിൾ ആവും. അപ്പോൾ നമുക്ക് എത്ര മാക്സിമം ലിമിറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ എക്സ്പോഷർ നമ്മുടെ ഫണ്ടിന് നമുക്ക് ഫുള്ളായിട്ട് ഒരു പ്രോപ്പർ ഡെവലപ്പ് ചെയ്യാൻ കൊടുത്താൽ നമുക്ക് ഫണ്ട് കാണില്ല. അവർക്ക് ആ സിസ്റ്റത്തിൽ ഡെവലപ്ഡ് വിത്ത് സിസ്റ്റം അത് വെച്ചാണ് ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൻ്റെ രീതിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാലത്ത് ഒരു 10 ഷീറ്റ് തരും ഫ്യൂച്ചേഴ്സിൽ. അവർ 10 ഷെയർസിൻ്റെ ന്യൂസ് നേരത്തെ കിട്ടും. ഇൻസൈഡ് ന്യൂസുകൾ ഉണ്ട്. അതായത് അല്ല അത് എനിക്കിപ്പോൾ ഒരു ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനി മാത്രമേ NDF ഉള്ളൂ. അതിന് മുമ്പ് കുഴപ്പമില്ല. അപ്പം ന്യൂസ് ലീക്ക് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു കമ്പനിക്കകത്ത് തന്നെ നടക്കുന്ന പല കാര്യങ്ങളും നേരത്തെ ഇവർക്ക് കിട്ടുന്ന രീതിയിലുണ്ട്. അത് അവർ ടൈപ്പ് ചെയ്യുന്ന അത് എല്ലാ പ്രോപ്പിലും ഉള്ളത്. അത് ഇപ്പോഴും എല്ലാ പ്രോപ്പിലും ഉണ്ട്, നടക്കുന്നതാണ്. അപ്പം അവർക്ക് ആ പ്രൈസ് കിട്ടുമ്പോൾ ദേ സ്റ്റാർട്ട് ലോഡിങ് ദ പൊസിഷൻസ്. യൂഷ്വലി അപ്പം കുറച്ച് നമ്മൾ നോക്കും ഈ പൊസിഷൻസിൽ നല്ല വോളിയം ജനറേറ്റ് ആവുന്നു നോർമൽ റീറ്റെയിൽ രീതി നോക്കുമ്പോൾ. പക്ഷേ അവൻ അപ്പോൾ ലഗാർഡ്സ് നമ്മൾ ഈ ലഗാർഡിലാണ് ആ സമയത്ത് ഒന്ന് ചാട്ടുന്നത്. അവരാളുടെ ഈ ന്യൂസ് വന്ന് പൊസിഷൻ ബിൽഡ് ചെയ്ത് നമ്മുടെ ന്യൂസിൽ അവർ എക്സിറ്റ് ചെയ്യുന്നത്. അതല്ലേ പണ്ട് പറയാം, നമ്മൾ TV എന്ത് കാണിച്ചാലും യു ഡു ഓപ്പോസിറ്റ്.
നമ്മൾ ന്യൂസിന് ഇതെല്ലാവരും നെക്സസ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ റീറ്റെയിലേഴ്സ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ കുതന്ത്രങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ശരിക്കും നടക്കുക. അവരുണ്ടാക്കുന്ന മൂവ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഇടയിൽ കയറുക, അതിന് മുമ്പേ ഇറങ്ങുക. ഇത് മാത്രമാണ്. യൂഷ്വലി 4 ടൈപ്പ് ട്രേഡേഴ്സേ ഉള്ളൂ. ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ കാണും, എയർലി മെജോറിറ്റി കാണും, ന്യൂ കമേഴ്സ് കാണും, ലാസ്റ്റ് വരുന്ന ലഗാർഡ്സ് വരും. യൂഷ്വലി 93% ആൾക്കാരും ഈ ലഗാർഡ് സെക്ഷനിലാണ് വരുന്നത്. സോ എൻ്റെ ഉദ്ദേശവും ഞാൻ രീതിക്കെന്ന് വെച്ചാൽ ഐ കാൻ ബി എന്താണ് മൂവർ, എനിക്ക് മൂവർ ആവാൻ പറ്റില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ബി ഇൻ എയർലി മെജോറിറ്റി ഓർ ന്യൂ കമർ. അതായത് നമുക്ക് അവൻ 500 പോയിന്റ് എടുക്കുമെങ്കിൽ 100 പോയിന്റ് മതി. ആ രീതി കൺസെപ്റ്റിലാണ് ഞാനിപ്പം ഫോളോ ചെയ്യുന്നത്. അതാണ് ഈ പ്രോപ്പ് എന്ന് പറഞ്ഞാൽ അവരാണ് ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റം. അവർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു, അവർ ഫോളോ ചെയ്യുന്നു, അവർ ന്യൂ മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നു. ഒരു പ്രോപ്പ് ഡെസ്ക് ഒരു വർഷമൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന റിട്ടേൺ എത്ര ശതമാനമായിരിക്കും? ഫോർ എക്സാമ്പിൾ ഷെയർ ഇന്ത്യ കഴിഞ്ഞ വർഷമൊക്കെ ടാർഗറ്റ് ചെയ്തത് 100% മുകളിലാണ്. ജെയിൻ സ്ട്രീറ്റിന്റെ പുതിയ പ്രോഫിറ്റ്സ് വന്നില്ലേ, അത് ഞാൻ കണ്ടു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പോലെ അത് ഒരു രക്ഷയില്ലാത്ത റിട്ടേൺസ് ആണ്. കാരണം അവരിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഗുജൂസിന്റെ ഒരു സിസ്റ്റം ഉണ്ട്, ജെയിൻ വേറെ ഗുജു വരെ. ഈ ഗുജറാത്തികളെ കാട്ടിയും കൂടുതൽ രീതിയിൽ ഈ സിസ്റ്റം ഇവർ ഡെവലപ്പ് ചെയ്ത് ജെയിൻ ഇപ്പം കയറിക്കൊണ്ടിരിക്കുകയാണ്. ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം, ആ ജെയിൻ സ്ട്രീറ്റ് കൺട്രോൾ ചെയ്യാനാണ് ഈ നിയമങ്ങളൊക്കെ വന്നതെന്ന് എനിക്ക് തോന്നുന്നല്ലേ. പക്ഷേ അത് സിസ്റ്റം എല്ലാ വർഷവും ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ വരും, പുതിയ പുതിയ രീതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചേഞ്ചസ് കുറേ ഉണ്ട്. പക്ഷേ എനിക്കിപ്പോഴും ഞാനത് ആ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും എന്താ പറയുക, എൻ്റെ മൈൻഡും എൻ്റെ റിസ്ക്കുമാണ് ഞാൻ വലുതെന്നാണ് ഇപ്പോഴും വിചാരിക്കുന്നത്. അതല്ലേ നടക്കൂ. കാരണം നമ്മുടെ ചെറിയ ഫണ്ടല്ലേ ഉള്ളൂ, വലിയ ആൾക്കാർക്ക് അത് നടക്കില്ല. അത് തന്നെയാണെന്ന് തോന്നുന്നല്ലോ റീറ്റെയിലേഴ്സിൻ്റെ അഡ്വാൻറ്റേജും. ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നമുക്ക് ഡിസൈഡ് ചെയ്യാം നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ഫണ്ട് എത്ര ഇറങ്ങണം, നമ്മൾ ഇത്രയും 2 കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്ന് നിർബന്ധം വയ്ക്കാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ. റീറ്റെയിലേഴ്സ് പ്രോസിന് അങ്ങനെയല്ല. അവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 25,250 മിനിങ്ങാന്ന് ഒന്നാണ് ആൾക്കാരൊക്കെ നോട്ട് ചെയ്യും കേട്ടോ. പക്ഷെ അത് ഡിസ്ക്ലൈമറാണ്. അത് ട്രേഡിങ് ഇതല്ല, നമ്മളൊരു ഇതാണ്. അപ്പം അവരത് എയിം ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനത് കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ക്ലോസ് സർക്കിളിൽ പറഞ്ഞത് 54,500 തൊട്ട് ബാങ്ക് നിഫ്റ്റിയിൽ പ്രോപ്പർ ബൈയിങ് ആണ് ഫ്യൂച്ചേഴ്സിൽ. അവർ നമ്മൾ മാർക്കറ്റ് എവിടെയെല്ലാം പോയാലും കഴിഞ്ഞ പ്രാവശ്യം വരെ എവിടെ കൊണ്ട് ക്ലോസ് ചെയ്യിപ്പിച്ചു? 55,200. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അത് നമ്മൾ എവിടെ പോയാലും അവരവിടെ കൊണ്ടുവരും അവരുടെ ടാർഗറ്റിലേക്ക്. നമ്മൾ അതിലിടയ്ക്ക് പെട്ടുകളൊന്നും അവർ കൂടുതൽ ഫണ്ട് പമ്പ് ചെയ്ത് കാരണം അവർ 55,100 അവർ ഫ്യൂച്ചർ ലോങ് ആയിരുന്നു. തലേദിവസം രാത്രി എനിക്ക് മെസ്സേജ് വന്നു 54,200 ദേ വിൽ ബൈ ഫ്യൂച്ചർ. അന്ന് മോർണിംഗിൽ ഇൻസൈഡർ വെച്ചാൽ ട്രേഡ് ചെയ്യുന്നത്. അത് അങ്ങനെയുള്ളൊരു എനിക്ക് കോൺടാക്ട്സ് ഇപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഫോർ മീ അതൊരു അഡ്വാൻറ്റേജ് ആണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർക്കും അത് അഡ്വാൻറ്റേജ് കിട്ടുമെങ്കിൽ ഐ എം ഹാപ്പി ടു ദാറ്റ്. അപ്പോൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നു. അത് എല്ലാ പ്രോപ്പും പറയാൻ പറ്റില്ല, ചിലർക്ക് അവർക്ക് കാണും. അപ്പം എനിക്ക് കിട്ടുന്ന ന്യൂസുകളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് നമ്മൾ മറ്റേ ചെറിയ ഫിഷ്, കുറച്ചുകൂടി വലിയ പ്രോപ്പുകൾ, കുറച്ചുകൂടി വലിയ ഫിഷ്, കുറച്ചുകൂടി ഫണ്ടുള്ള പ്രോപ്പുകൾ, അതിനേക്കാൾ വലിയ ഫിഷ്. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്ത പല ആൾക്കാരിലും ഇപ്പോഴും പലരും ഒരു 6-7 വരെയൊക്കെ 1,500 CR മുകളിലുള്ള ഇൻഡിവിജ്വൽ HNA പ്രോഫ്സ് റൺ ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ HNA പ്രോഫ്സ് ഫാമിലി അക്കൗണ്ട് അപ്പോൾ അവർ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് പല റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. FPIയുടെ റൂൾ ഇപ്പം വീണ്ടും മാറ്റിയല്ലോ ഗവൺമെന്റ്, വീണ്ടും ഓപ്പൺ ആക്കി കൊടുത്തു. അപ്പോൾ അത് സൗദി FPIസിന് വേറെ എന്തോ എക്സ്ട്രാ റൂളുകളും കൊടുത്തു. കാരണം വോളിയം കൂടുന്നു, വരുമാനമല്ലേ വരുന്നത്. NSE ലോകത്തിലെ ഏറ്റവും വലിയ ടേൺ ഓവർ എടുക്കുന്ന കമ്പനി നമ്മളിവിടെയാണ് ഏറ്റവും വലിയ. പക്ഷെ ഇവിടെ നിന്ന് ലോസ് സംഭവിച്ച് ഫണ്ട് പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ, അതാണല്ലേ ഗവൺമെന്റ് തടയാൻ ശ്രമിക്കുന്നത്. അത് ഇപ്പം ജെയിൻ സ്ട്രീറ്റിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നത് ആ ഒരു കേസിൽ മാത്രമാണ്. കാരണം ഇവിടുത്തെ ആൾക്കാർ അതായത് പൈസ ഇവിടെ തന്നെ സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് ഹാപ്പിയാണ്. ഇവിടെ നിന്ന് ലോസ് വന്ന് ഫണ്ട് ഇന്ത്യക്ക് പുറത്തേക്ക് പോകും. പക്ഷേ ഒരു കാര്യം, ഫണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ 93-94 ആയിരുന്നു സെബിയുടെ റിപ്പോർട്ട് വേറെ. ഇപ്പം കുറഞ്ഞല്ലോ കുറച്ചും കൂടെ. അതായത് ഇപ്പോൾ റീറ്റെയിലർ കുറച്ചും കൂടെ അഡ്വാൻസ് ആയി തുടങ്ങി നിർത്തും. അപ്പം നല്ലത്, നമുക്ക് കുറച്ച് സമയം കൊടുക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ കുറേയൂടെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആകും. കാരണം നമ്മുടെ പൈസയല്ലേ കുറച്ച്. പിന്നെ പ്രോപ്പ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലെ പൈസയാണ്. അവരുള്ള ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഇപ്പം ഇഷ്ടം പോലെ. ഇപ്പം പലരും നമ്മളെ ഗുജറാത്തികൾക്ക് ലോസ് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പല ഗുജറാത്തി ഡെസ്കിലും നല്ല ഹ്യൂജ് ലോസ് ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. അത് പ്രോപ്പിൽ അങ്ങനെ ഒരു മിത്താണ്. അപ്പോൾ പറയും പോലെ നമ്മൾ പണ്ട് പറയും നമ്മൾ കാലത്ത് FIS വരുന്ന ഉച്ചയ്ക്ക് 1:15 ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇല്ല. അവർ മാർക്കറ്റിനെ കയറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ കാലത്ത് വരും, കാലത്ത് മാർക്കറ്റ് പൊസിഷൻ എടുത്തിരിക്കും. ഇത് നമുക്ക് ഈ ഫുട് പ്രിന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഇപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സ് വെച്ചിട്ട് ഫുട് പ്രിന്റ് ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വോളിയം വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഏറ്റവും ഈസി മെത്തേഡ് എന്തായിരിക്കും ഈ ഫുട് പ്രിന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക? ഫുട് പ്രിന്റ്സ് പറഞ്ഞാൽ പ്യൂർലി നമ്മളെ എക്സ്റേ എഫ് എ ക്യാൻഡിലാണ്. നമ്മൾ ഓർഡർ ഫ്ലോ എന്ന് പറയുന്ന സാധനമാണ് ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ നെഞ്ചിനകത്തുള്ള എക്സ്റേ അത്രേ ഉള്ളൂ.
അതിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സ്റ്റെഡിൽമെയറാണ് മാർക്കറ്റ് പ്രൊഫൈൽ കണ്ടുപിടിച്ചത് ആ ഒരു സെറ്റപ്പ്. പക്ഷേ ഡാൾട്ടൻ്റെ ടീമായിരുന്നു ഇതിനെ ഈ ഫുട് പ്രിൻസിനെ കുറച്ചും കൂടെ അത് കണ്ടുപിടിച്ച ജിം ഡാൾട്ടൻ്റെ. പക്ഷേ അത് കണ്ടുപിടിച്ചായിരുന്നു അറിഞ്ഞൂടാ, അവർ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ആണ്. സോ അവരാണ് ഇതിനെ കുറച്ചും കൂടെ എന്തുവാണ് പബ്ലിക്കൈസ് ചെയ്തിട്ട് ജനങ്ങൾക്കിടയിൽ കുറച്ച് ജനറൈസ് രീതിയിൽ കൊടുത്തു തുടങ്ങിയത്. അപ്പം ഫുട് പ്രിൻറ്റ് പണ്ട് എപ്പോഴും ഫോളോ ചെയ്യുമ്പോൾ അത് മാത്രം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതിന് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ലെവൽസ് നോക്കണം. മുമ്പത്തെ POCs, അതായത് മാർക്കറ്റ് പ്രൊഫൈലും ഓർഡർ ഫ്ലോ ക്ലബ് ചെയ്ത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. പക്ഷേ ഈ ഓർഡർ ഫ്ലോയിൽ ശരിക്കും എക്സിക്യൂട്ടർ ഓർഡേഴ്സ് അല്ല മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ലതാണ്, അത് അറിയാം. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പറയാം ഒരു 1.5 വർഷം മുമ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡേഴ്സ് വിസിബിൾ ആവും. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപാണ് ഓർഡർ ബുക്കിൽ ഡെപ്ത് ഓഫ് മാർക്കറ്റിൽ താഴെ ഓർഡർ കിടക്കണം കാണാം. നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഡെപ്ത് അവർ തരൂല്ലല്ലോ. 20 ഡെപ്ത് അല്ലേ ഗോ ചാർട്ടിങ് കൊടുക്കുന്നുണ്ട്. 20 ഡെപ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 50 ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആരും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം ഇതെല്ലാം NSE ഡേറ്റ ബ്രോക്കർ കിട്ടുന്നുണ്ട്. അവർ ഡിസൈഡ് ചെയ്യും നമുക്ക് എന്ത് കിട്ടണം. എനിക്ക് തോന്നുന്നു FISന് വേറെ ഡേറ്റ വരുന്ന രീതി അവർക്ക് നമ്മുടെ കാട്ടിയും അഡ്വാൻറ്റേജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇക്വിറ്റിക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രൈസ് റിഗ് ചെയ്യുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് അവിടെ ഉണ്ട്, പ്രോപ്പറുണ്ട്. അതായത് നമുക്ക് ഈ ഏത് ലെവലിൽ ഓർഡർ കിടപ്പുണ്ട്, ഇതിൽ എത്രമാത്രം വോളിയം ക്വാണ്ടിറ്റി പമ്പ് ചെയ്താൽ എക്സിക്യൂഷൻ നടക്കും, ഓർഡർ അവർക്ക് ലിക്വിഡിറ്റി കിട്ടും എന്നൊക്കെ അവർക്ക് കൃത്യമായ രീതിയിലുള്ള നോളേജ് ഉണ്ട്. അത് അവരുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ബോസ് ആയിരുന്നത് IIM-ലെ പുലിയായിരുന്നാണ്, IIM അഹമ്മദാബാദിലെ. സോ പുള്ളി മാത്തമാറ്റിക്സിൻ്റെ തലയാണ് പുള്ളി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടെയാണ്. ഓക്കെ, അപ്പോൾ നല്ല കോമ്പിനേഷനായി. ഇപ്പം നമുക്ക് അനലിറ്റിക്കൽ സ്കില്ല് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെറുതായാലും മതി, നമുക്ക് ഒന്നും കൂടി 2 പറഞ്ഞാൽ നമുക്ക് അറിയണം. ആ രീതി അനലിറ്റിക്കൽ നമ്മൾ അപ്ലൈ ചെയ്താൽ എത്ര മണി പമ്പ് ചെയ്താൽ ഈ സ്റ്റോക്ക് മൂവ് ആവും അവർക്കറിയാം. എത്ര കാൽക്കുലേഷൻ കൊടുക്കണം, എത്ര ഫണ്ട് അവിടെ ഇടാൻ പറ്റും, അതും ഇമ്പോർട്ടൻ്റ് അല്ലേ. കൊടുക്കുന്ന ക്യാപ്പ് വരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവർ ലോസ് എടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അടി കിട്ടുന്ന ദിവസങ്ങളിൽ ലോസ് എടുക്കുന്നുണ്ട്. അത് അവരുടെ പാർട്ടാണ്. പക്ഷേ അവരുടെ വിന്നിങ് റേഷ്യോ ആണ്, നമ്മളെ 93% അവരുടെ വിന്നിങ് റേഷ്യോ. നേരെ ഓപ്പോസിറ്റാണ്, റൈറ്റ് ഓപ്പോസിറ്റാണ് വിന്നിങ് റേഷ്യോ വരുന്നത്. ഇപ്പോൾ FISൻ്റെ ഓപ്ഷൻ മീൻസ് ഫ്യൂച്ചേഴ്സിൽ നല്ല ഷോർട്ട് കവർ ബിൽഡപ്പ് ഉണ്ടെങ്കിൽ യൂഷ്വലി മാർക്കറ്റ് കയറുന്ന ഒരു ഷോർട്ടിലാണ്. അപ്പോൾ അവർ ലോസ് ബുക്ക് ചെയ്യുന്നില്ല, പക്ഷെ അവർ വേറെ സൈഡിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെ അവർ ഇതിൽ പോകുന്നുണ്ട്. ഇതെല്ലാം ആ ഒരു ഹെഡ്ജ് ഫണ്ടിങ് രീതിയിലാണ് ലോകത്തെ എല്ലാ മാർക്കറ്റും പോകുന്നത്. അതായത് അവിടെ നിന്ന് എടുക്കുക, ഇവിടെ കൊടുക്കുക, ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ എടുക്കുക, ആ ഒരു രീതിക്ക് മാത്രമാണ് കൃത്യത. പക്ഷേ അതിൻ്റെ എല്ലാത്തിനും ഒരു കളി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആരാണോ അവർ വിൻ ചെയ്യും. അതാണ് ലോകത്ത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. ആ സിസ്റ്റം തന്നെയാണ്. ഫണ്ട് ഈസ് കിങ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൈസയാണ് രാജാവ്. എവിടെയാണ് പണത്തൂക്കം എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ ട്രേഡ്സ് കിട്ടും. ഇപ്പോൾ ട്രേഡ് നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് കഴിഞ്ഞ കുറേ ദിവസം കഴിഞ്ഞ ഒരാഴ്ച ഒരു മാസത്തെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ നോക്കിയാൽ ഉച്ചയ്ക്ക് നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ട്. നിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ട്. ഒരു 3-4 ട്രേഡ് കിട്ടാവുന്ന മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, 24/650 കോള് 60 കിടന്നത് 180 രൂപ പോയി വ്യാഴാഴ്ച. 2 ട്രേഡ് എനിക്ക് സുഖമായിട്ട് ട്രേഡ് ചെയ്യായിരുന്നു. അന്ന് 60 43 110 പോയി, വീണ്ടും 67 130 പോയി. 2 ട്രേഡ് കിട്ടും. ഈ ഐഡൻറ്റിഫൈ ചെയ്ത ട്രെൻഡ് നമുക്ക് കിട്ടാൻ പറ്റും. അത് മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങളെ സഹായിക്കും. അതിന് ഏറ്റവും വലിയ ലെവൽസ് ഒക്കെ സഹായിക്കും. ഫോർ എക്സാമ്പിൾ സ്പോട്ടിന് ഈ ലെവലിന് മുകളിൽ നിൽക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് ഒരു ബാരിയർ ഇല്ല. ഇപ്പോൾ 1942 എന്ന് പറഞ്ഞാൽ 1942 താഴെ അവൻ ചിലപ്പോൾ മുകളിൽ പോവാം. നമ്മൾ വെടി വെക്കുമ്പോൾ നമ്മളെ നെഞ്ചിൽ തന്നെ കൊള്ളണം നിർബന്ധമില്ലല്ലോ. വെടിയുണ്ട് പുറത്തും പോകാമല്ലോ. സെയിം കൺസെപ്റ്റാണ് മാർക്കറ്റ് പ്രൊഫൈലിന്. അതാണ് ഏറ്റവും വലിയൊരു ബ്യൂട്ടി മാർക്കറ്റ് പ്രൊഫൈലിന്. നമുക്ക് റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ റേഞ്ചിനകത്ത് നമുക്ക് കളിക്കാം. ആസ് എൻ ഓപ്ഷൻ ബയർ സെല്ലർക്കും നല്ലതാണ്. നമ്മൾ ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ച് അവരെ എവിടെയാണ് അവരുടെ അറിയാലോ, ഒരു റിസ്ക് പോയിന്റ് ഉണ്ടല്ലോ, ഒരു ബ്രിം ഉണ്ടല്ലോ. ആ ബ്രിം കൃത്യമായ ഓപ്ഷൻ ആദ്യമേ എക്സിറ്റ് അടിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 24,945 എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഫ്യൂച്ചറിലെ ബ്രിം ആയിരുന്നു. അതിന് മുകളിൽ ദർ ഇസ് നോ ഓപ്ഷൻ റൈറ്റിംഗ്. കോൾ റൈറ്റ് ചെയ്യാൻ പാടില്ല, അവിടെ ഇറങ്ങിക്കോണം. അപ്പോൾ അത് നമുക്ക് കൂടുതൽ സഹായിക്കും. ഞാനത് ആ രീതിക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷേ ഓപ്ഷൻ റൈറ്റർ അല്ല. കാരണം എനിക്ക് റൈറ്റ് ചെയ്യുമ്പോൾ ലോസ് സംഭവിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് തലവയ്ക്കാറില്ല. എന്നെ സംബന്ധിച്ച് കൂടുതൽ മന്ത്ലി പൈസ കൂടുതൽ ചെയ്യാറുണ്ട്. ഞാൻ മന്ത്ലീസാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എനിക്ക് വീക്കിലി എനിക്ക് കിട്ടിയ അടിയിൽ കിട്ടിയ ഒരു പേടിയാണ് വീക്കിലി തൊടല്ലെന്ന് ഞാൻ റൂൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ ക്യാപിറ്റൽ കൂടുതൽ അലോക്കേറ്റ് ചെയ്യണ്ട. നമ്മളെ അലോക്കേറ്റ് ക്യാപിറ്റൽ കിട്ടുന്ന ഓപ്ഷൻസ് കോൺട്രാക്ട് മതി. ഓക്കെ, അതുകൊണ്ട് അതെനിക്ക് മന്ത്ലീസാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത്. ഫൈൻ. ഓക്കെ, അപ്പോൾ ഫുട് പ്രിൻറ്റ് മാർക്കറ്റ് ലെവൽസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മാർക്കറ്റ് പ്രൊഫൈൽ നല്ല ഫുട് പ്രിൻറ്റ്സിന് വേണ്ടിയിട്ട് ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞൊരു ടൂൾ അല്ലേ, ഈ ഒരു ടൂൾ. ഇപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഈ മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ ഞാൻ പഠിക്കുന്ന സമയത്ത് ബെൽ TPO മറ്റേ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു,
അവരെ വിളിക്കുന്നു, കണക്ട് ചെയ്യുന്നു, സോഫ്റ്റ്വെയറിന് മൊത്തം ഒരു 1.5 ലക്ഷം രൂപ കാശ് വരുന്നു, ഡാറ്റയ്ക്ക് മാസം 2000 എടുക്കുന്നു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പബ്ലിക്കിന് നേരെ സ്മൂത്ത്. കാരണം വേറെ ഒന്നുമില്ല, ഇത് ഇപ്പം ട്രേഡിംഗ് വ്യൂ ഓർഡർ ഫ്ലോയിൽ ഇപ്പോഴും അവർക്കൊരു ബാക്ക് ഉണ്ട്. അവർക്ക് ഇന്ത്യയിൽ ഓർഡർ ഫ്ലോ കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പം ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്. അവർക്ക് അവരാണ് സോഫ്റ്റ്വെയർ NSE നിന്ന് മേടിച്ച് ഗോ ചാർട്ടിംഗ് ഇപ്പോൾ കോൺടവർ ഉണ്ട്. ഇപ്പം വി ട്രെൻഡർ എന്നൊരു ഇതുണ്ട്, ഒരു പൂനെ ബേസ്ഡ് ശൈലേഷ് കോയിലോ എന്ന് പറയും. ഞാൻ അയാളെ കുറച്ച് കാലം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. കുറച്ച് നല്ലൊരു ക്വാളിറ്റി. പേഴ്സണലി ഏതാണ് വിഷ്ണു യൂസ് ചെയ്യുന്നത്? ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ജർമ്മൻ മെയ്ഡ് MS പ്രോപാക്ക് എന്നൊരു സോഫ്റ്റ്വെയറും പിന്നെ ഫിനാൽഗയും പിന്നെ ട്രേഡ് ഡാലി എന്ന് പറഞ്ഞ US-ന്റെ ഒരു സോഫ്റ്റ്വെയറും. ഞാൻ അങ്ങനെ കാരണം കമ്പയർ ചെയ്ത് നോക്കണം, നമ്മൾ ഡേറ്റയുടെ ക്വാളിറ്റി നോക്കണം. ഈ സോഫ്റ്റ്വെയറിനകത്ത് വന്നാലും ഈ ഡേറ്റയ്ക്ക് ഒരു അൽഗോരിതം വർക്ക് ചെയ്യും. ഇപ്പോൾ ഈ അൽഗോരിതം എത്രമാത്രം ക്വാളിറ്റിയിലാണ് അവൻ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഡേറ്റ ഒക്കെ ഫൈൻ ആയിരിക്കും. ഡേറ്റ ട്രൂ ഡേറ്റ തന്നെയാണ്. ട്രൂ ഡേറ്റ ഉപയോഗിക്കുന്നത്. ട്രൂ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NSEയുടെ ഡേറ്റ പ്രൊവൈഡേഴ്സാണ്. ഓക്കെ. കാരണം ഇപ്പം നമുക്ക് ഡേറ്റ 500 രൂപയ്ക്ക് നമുക്ക് കിട്ടും. പക്ഷെ അതിൽ നമുക്ക് ബൈഡസ് ആണ് സെല്ലായിരിക്കും കാണുന്നത്. ചിലപ്പോൾ അത് ഒന്നും കാണില്ല, ബ്ലാങ്ക് ആയിട്ട് പോകും. നല്ല ഡേറ്റ മേടിച്ച് ഉപയോഗിക്കുക. ഇപ്പം ഞാനിത് പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു കോസ്റ്റ് എഫക്റ്റീവാണ് എനിക്ക്. അപ്പം ഞാൻ ആ രീതി ആക്ച്വലി ട്രൂ ഡേറ്റയുടെ ഡേറ്റ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബ്രോക്കേഴ്സ് വരുന്ന ഡേറ്റേനേക്കാൾ ഒരു 1 സെക്കൻഡ് മുമ്പ് നമുക്ക് ഗോ ചാർട്ടിംഗ് യൂസ് ചെയ്യുന്ന ട്രൂ ഡേറ്റയാണ്. ഒരു ഗോ ചാർട്ടിങ്ങിലും കിട്ടുന്നു. എനിക്കൊരു 1 സെക്കൻഡ് മുമ്പ് ഒരു ടിക്ക് നമുക്ക് കിട്ടിയിരിക്കും. കാരണം ഞങ്ങളുടെ ആൽഗോ സോഫ്റ്റ്വെയറിന് വേണ്ടി എല്ലാത്തിൻ്റെയും ഡേറ്റയുടെ സ്പീഡ് ഞങ്ങൾ നോക്കുമ്പോൾ വലിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. പല ബ്രോക്കേഴ്സും വളരെ ഡിലേഡ് 7 സെക്കൻഡ്സ് ഡിലേ ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് വലിയ ടോപ്പ് ബ്രോക്കേഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നത് 7 സെക്കൻഡ് ഡിലേ. നമ്മളതിൻ്റെ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നിങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നത്, ആർക്കും ഇതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് നമുക്കത് അവർ കറക്റ്റ് ചെയ്തത്. ചില സമയത്ത് നമ്മളെ ഇരിക്കുന്ന ട്രേഡ് ചെയ്യുമ്പോൾ കൂടെ ഒരുമിച്ച് കുറേ ട്രേഡ് ചെയ്യുമ്പം ചിലർക്ക് 20-10 ഓർഡർ ഇടുമ്പം ചിലപ്പോൾ 209.95 എൻ്റെ കാണിച്ചിട്ട് അയാൾക്ക് ട്രേഡ് ഓർഡർ പോയി കാണും. സെൽ ഓർഡർ ആയിട്ടുണ്ട്. എൻ്റെ 5 പൈസയ്ക്ക് അവിടെ സെല്ല് നടന്നിട്ടുണ്ട്. അപ്പോൾ ഡേറ്റിൽ അവിടെ ട്രേഡ് നടന്നിട്ടുണ്ട്. എനിക്ക് വരുന്ന ഡിലേയാണ് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആകാൻ പറ്റാത്തത്. കാരണം എക്സിക്യൂഷന് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ, ബ്രോക്കറേലെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അനാലിസിസിന് നമുക്ക് ട്രൂ ഡേറ്റ ഉപയോഗിക്കാം. അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ എന്ന് പറയുന്ന ഈ 2 ടൂളുകൾ ഒരു പക്ക ബിഗിനറിന് പഠിച്ചു തുടങ്ങാൻ പറ്റുമോ, അതൊരു എക്സ്പീരിയൻസ് വേണം? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയില്ല, ഇപ്പം നമ്മൾ ഒഴിഞ്ഞ പാത്രത്തിൽ വെള്ളം നിറയ്ക്കുക എളുപ്പമാണെന്ന് പറയുമ്പോൾ സെയിം പ്രോസസ്സാണ്. നിങ്ങൾ ഫസ്റ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് പഠിക്കുന്നത് പോലെ ഓർഡർ ഫ്ലോ എനിക്ക് ആദ്യം പഠിക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഈ ക്യാൻഡിൽ നോക്കുന്ന ഞാൻ ക്യാൻഡിൽ പെട്ടെന്ന് ലെറ്റർ മാറുമ്പോൾ ABCD കാണുമ്പോൾ പ്യൂർ നമ്മളെ സംബന്ധിച്ച് ഇപ്പം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുമ്പോൾ ആദ്യത്തെ അരമണിക്കൂർ 9:15-9:45. B ഫോളോയിങ് എല്ലാ അരമണിക്കൂറും ഒരു ലെറ്റർ വരും. നമ്മളിത് മാർക്കറ്റ് പ്രൊഫൈലും ക്യാൻഡിലും നമ്മളെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 9:15-9:45 നമ്മൾ ഇപ്പോൾ യു ആർ യൂസിങ് 5 മിനിറ്റ് സ്റ്റാർട്ട് ആണെങ്കിൽ 10 രൂപയ്ക്ക് നമ്മൾ ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് 5 ക്യാൻഡിൽ കാണും. ഇവിടെ നിങ്ങൾക്ക് അവിടെ ഒറ്റ A കാണുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കണ്ണിന് കാണാൻ ഏറ്റവും എളുപ്പം ഇതാണ്. ഇവിടെ ഒരു ലെറ്റർ A ഉള്ളൂ, ഇവിടെ 5 ക്യാൻഡിൽ. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. റൈറ്റ്. അങ്ങനെ ആ ഒരു രീതിക്ക് ഞാൻ ആ ഒരു വിഷ്വലൈസ് ഫസ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഓരോ ലെറ്ററിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്യാൻഡിൽ നോക്കാറില്ല. ക്യാൻഡിൽ ഞാൻ നോക്കാറില്ല. ഓക്കെ. ഞാൻ ക്യാൻഡിൽ ജസ്റ്റ് മാർക്ക് ചെയ്യും, ലെവൽ മാർക്ക് ചെയ്യും. അപ്പം തന്നെ ഓർഡർ ഫ്ലോ ചാർട്ട് ഇടും. എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു റെഫറൻസ് ലെവലുകൾ ഓരോ ദിവസം ഉണ്ട്. ഇന്ന് മോർണിംഗ് വരണം ആ ലെവലിന് വേണ്ടി മാത്രം ഞാൻ ക്യാൻഡിൽ വരയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ലെവലിൽ. ഇപ്പം ക്യാൻഡിൽ ബാക്കി പോകും. ഇത് മാർക്കറ്റ് പ്രൊഫൈൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഒരുവിധം ബേസിക്സ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിഷ്ണുവിൻ്റെ ചാനലിൽ മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ പഠിക്കാനുള്ള ഒത്തിരി വീഡിയോസ് ഫുൾ വീഡിയോ ഉണ്ടായിരുന്നു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ കാര്യങ്ങൾ ചാനലിൽ കയറി കഴിഞ്ഞാൽ പഠിക്കാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ആ ചാനലിൽ കയറുക. ഡീറ്റെയിൽസ് എനിക്ക് ഷിജു സാർ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? റൈറ്റ്. അപ്പോൾ ഞാനും ഇതിൻ്റെ താഴെ നമുക്ക് ആ ലിങ്ക് കൊടുക്കാം. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി, അപ്പോൾ ആസ് എ ട്രേഡർ എന്നുള്ള ലൈഫിൽ ഫുൾ ടൈം ട്രേഡർ ആയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ, എന്തൊക്കെ ചേഞ്ചസ് വന്നു? ഫോർ എക്സാമ്പിൾ എൻ്റെ ഫാമിലി ലൈഫ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ എന്നെ സംബന്ധിച്ച് നമ്മൾ ട്രേഡറിൽ നമ്മൾ ഫുൾ ടൈം ട്രേഡിംഗ് ആകുമ്പോൾ നമുക്കൊരു സൺഡേ സാറ്റർഡേ ഇസ് എ ബോറിംഗ് ഡേ ആണ്. അത് പ്യൂർലി ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പിന്നെ നമുക്കൊരു ട്രേഡിങ് ലൈഫിൽ വിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രേഡ് എടുക്കാത്ത ദിവസം നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് ചിന്തിക്കില്ല. ആ ദിവസം നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിംഗ് ജേണിയുടെ തുടക്കമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആദ്യത്തെ ഒരു 5 വർഷം വെരികിനെ പോലെ ഓടുമായിരുന്നു ട്രേഡ് കിട്ടിയില്ലെങ്കിൽ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് എനിക്ക് ട്രേഡ് എടുത്തില്ലെങ്കിലും ടെൻഷനില്ല. ആ ഒരു രീതിയിലേക്ക് മാറും. നമ്മൾ നോക്കുന്ന കുറേ റൂൾ ബുക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. ബേസിക്കലി ഇപ്പം പൈസ പോയാലും സങ്കടം വരാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഓക്കെ. അത് കിട്ടിയാലും സന്തോഷം വരാത്ത അവസ്ഥയുണ്ട്. കാരണം അതൊരു ഇതാണ് എൻ്റെ ഒരു കാര്യം. ഞാനൊരു ബിസിനസ് ചെയ്യുന്നു, ഇന്ന് കാലത്ത് കട തുറക്കുന്നു, കച്ചവടം ചെയ്യുന്നു, നടന്നിട്ടില്ല.
നടക്കും, ലാഭം കിട്ടി നഷ്ടം കിട്ടി. എനിക്കൊരു ഓവർ ദ പീരീഡ് ഓഫ് 1 year കഴിയുമ്പോൾ എനിക്ക് എത്ര ലാഭമുണ്ട്, ഐ ആം ഡൂയിങ് ഗുഡ് ആണോ, അല്ലെങ്കിൽ പ്രോപ്പിൽ നിന്ന് വന്നതുകൊണ്ട് അത്തരത്തിലുള്ള കൺസെപ്റ്റിലോട്ട് എത്താൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു തോന്നുന്നു. അത് പക്ഷേ അതൊരു മണ്ടത്തരമായിരുന്നു എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. ആദ്യത്തെ ഒരു മാസം കൊണ്ട് നല്ല ലോസ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം പ്രോപ്പിൻ്റെ ആ ഒരു തിങ്ക് ഇവിടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ. പക്ഷേ ഡിസിപ്ലിൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോപ്പിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അവർ നോക്കണം, നിങ്ങൾ ഒരു ട്രേഡിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല, ഹൗ കൺസിസ്റ്റൻറ്റ് യു ആർ. അതെ, നിങ്ങളെ ഡ്രോ ഡൗണിലാണ് അവർ ഏറ്റവും കൂടുതൽ അതാണ് അവർ മാനേജ് ചെയ്യുന്നത്. എത്ര നിങ്ങൾ ഡ്രോ ഡൗൺ നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്, അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഫോർ എക്സാമ്പിൾ എൻ്റെ കൂടെ പണ്ട് നല്ല പ്രോഫിറ്റ് കൊടുക്കുന്ന ടീമുകളുണ്ട്, ബോസുകൾ പലരും ഇപ്പോഴും ഒതുങ്ങിപ്പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് ഡ്രോ ഡൗൺസ് വരും. പക്ഷേ നമുക്കൊരു കൺസിസ്റ്റൻ്റ് രീതി, നമ്മളൊരു സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പോവാം. പ്രൊഫഷണൽ RMSലൊക്കെ ഇരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. RMSൽ ആ കൃത്യം നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ വേണമല്ലോ വിളിച്ചേടാ എന്താടാ കാണിക്കണമെന്ന് ചോദിക്കാനെങ്കിലും അല്ലേ. അത് ഭയങ്കര ഒരു ഇതാണ്. RMS ഇരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു ജോലിയാണ്. നമ്മൾ വിളിച്ചോ ഇത് ഈ പോസ്റ്റ് ഇങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യും അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യും. നമ്മൾ വിളിച്ച് കട്ട് ചെയ്യിപ്പിക്കണമല്ലോ. ശരി, ഇപ്പൊ RMS സിസ്റ്റം ഇല്ലല്ലോ പറയുമ്പോൾ. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറൈസ്ഡ് ആയി. എനിക്ക് സെക്കൻഡറി മോണിറ്ററിംഗ് മാത്രമേ മാനുവലി മാത്രമേ ഉള്ളൂ. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അത് സ്ലിപ്പേജസ് വരും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നത് കൂടുതലാണ്, നമുക്ക് വളരെ കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. യെസ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഇനി എന്തെങ്കിലും നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് വിഷ്ണുവിന് പറയാനുണ്ടോ? നിങ്ങൾ മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സിസ്റ്റമാറ്റിക് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുക. അതിനെക്കുറിച്ച് ആദ്യം പഠിക്കുക, ലൈവായിട്ട് ട്രേഡ് ചെയ്യുക. സെറ്റപ്സുകൾ കുറേ കിടപ്പുണ്ട് നമുക്ക് വേണ്ടി മാത്രം. നമ്മളെ സംബന്ധിച്ച് ഓർഡർ ഫ്ലോ മാത്രം ട്രേഡ് ചെയ്യുന്ന സുഹൃത്തുക്കൾ എനിക്ക് പരിചയമുണ്ട്. ഓർഡർ ഫ്ലോ വെച്ച് മാത്രം ട്രേഡ് ചെയ്യും. അവർ UFB എന്നൊരു ഹണ്ട് ചെയ്യും, അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറയും. അതിനെ മാത്രം ഹണ്ട് ചെയ്യുന്നവരുണ്ട്. കാരണം അത് വരും, ഡിലേഡ് ആവും. ആ ട്രേഡ് മാത്രം എടുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ചില ആൾക്കാർ ഫെയിൽഡ് ഓപ്ഷൻസ് മാത്രം എടുക്കുന്ന ആൾക്കാർ വർഷങ്ങളായിട്ട്. അതിൻ്റെ വീഡിയോ ഇട്ടുണ്ടോ? UFBയുടെ വീഡിയോ എൻ്റെ കിടപ്പുണ്ട്. UFBയെ കുറിച്ചുള്ള അത് ഞാൻ ഉപയോഗിക്കുന്ന ട്രേഡ് സെറ്റപ്പുകളെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യുക. അതിൽ പക്ഷേ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്ത് ഞാനിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ രീതിക്ക് മാറ്റിക്കാം. കൂടുതൽ റിസർച്ചുകൾ നടത്തും. കാരണം നമുക്ക് ട്രേഡിങ് അങ്ങനെയാണ്. നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ പഠിക്കണം. നമ്മളെ സമയം അതില്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ മാർക്കറ്റ് പ്രൊഫൈൽ പഠിക്കുന്ന ആൾക്കാർ മറ്റേ ഒരു മാസം കൊണ്ട് പഠിച്ച് നാളെ മുതൽ ട്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നടക്കൂല. ഒരു 1 year എങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി വയ്ക്കുക, പഠിക്കുക. നിങ്ങൾക്ക് പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്യണമെങ്കിൽ 1 വർഷം നിങ്ങൾ ഇപ്പോഴേ അതിൻ്റെ സ്റ്റെപ്പ് തുടങ്ങുക. എന്നിട്ട് 1 വർഷം എൻട്രൻസ് കോച്ചിങ് ചെയ്യുമ്പോൾ ഇപ്പോഴേ കോച്ച് ചെയ്യുക, പഠിക്കുക. എന്നിട്ട് പയ്യെ അതിലേക്ക് സ്കെയിൽ ചെയ്ത് പോവുക. അതാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ്. അപ്പോൾ വിഷ്ണുവിനെ ഞാൻ ഷിജു സാർ വഴിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഞങ്ങളൊന്നിച്ചൊരു ട്രിവാൻഡ്രത്ത് വിഷ്ണുവിൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പോഴാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നാളെ സൺഡേ 5 പൈസയുടെ ഒരു ഇവൻറ്റിൽ വിഷ്ണുവിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ കയറ്റി 4 വർത്താനം പറയിപ്പിച്ചിട്ട് വിടാം എന്നാണ് നമ്മൾ ഓർത്തുന്നത്. നമ്മളിന്ന് ഓഫീസിൽ വന്ന് വിഷ്ണുവിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ വിഷ്ണു ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്ത് എത്തിയതിൽ വലിയൊരു താങ്ക് യു. അപ്പോൾ അടിപൊളിയായിട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സുനിൽ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ.